ഹലോ ഹായ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് അയർലൻഡ്, UK മുതലായ കൺട്രികളിലെ ഒരു പ്രോപ്പർട്ടി, അതായത് ഡെർലിക്റ്റ്, ഫയർ എഫക്റ്റഡ്, ഡാമേജ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എങ്ങനെ ഒരു മോർട്ട്ഗേജിലൂടെ വാങ്ങാം എന്നുള്ളതാണ്. ഒരു റെഡി ക്യാഷിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ പൈസ കൊടുക്കുന്നു, വാങ്ങുന്നു, അത്രേ ഉള്ളൂ. ഈ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ട്രക്ചറൽ ഡാമേജ് ഇല്ലാത്ത പ്രോപ്പർട്ടികൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങാൻ ശ്രമിക്കുക. ഇത്തരം പ്രോപ്പർട്ടികൾ എപ്പോഴും മാർക്കറ്റ് വാല്യൂവിനേക്കാളും വളരെ കുറഞ്ഞ വിലക്കാണ് നമുക്ക് കിട്ടാറുള്ളത്. മോർട്ട്ഗേജിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. ഒരു ടോട്ടൽ വാല്യൂവിൻ്റെ 90% ഒരു ഫസ്റ്റ് ടൈം ബയർക്ക് മോർട്ട്ഗേജ് കിട്ടുക. ഏകദേശം നമ്മൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ 1,00,000 രൂപയാണ് പ്രോപ്പർട്ടിയുടെ വാല്യൂ എങ്കിൽ നമുക്ക് 90,000 റുപ്പീസ് ആയിരിക്കുള്ളൂ നമ്മൾക്ക് മോർട്ട്ഗേജ് വാല്യൂ കിട്ടുക. അതുകൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ആ 10,000 നമ്മുടെ കയ്യിലുണ്ടായിരിക്കുന്ന സേവിങ്സ്, എസ്റ്റിമേറ്റഡ് വർക്ക് ഈ പ്രോപ്പർട്ടിക്ക് വേണ്ടത് ഒരു 20,000 ആണ് നിങ്ങൾ ഉദ്ദേശിക്കുക. അപ്പോൾ ആ 20,000 നമ്മൾ സേവിങ്സിൽ കാണിക്കണം. അതുകൂടാതെ എസ്റ്റിമേറ്റഡ് വർക്ക് വേണ്ട എമൗണ്ടിൻ്റെ ഒരു 50% ബാങ്ക് മോർട്ട്ഗേജിൽ നിന്ന് ഹോൾഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഏകദേശം 80,000 രൂപയോളം നമുക്ക് ലോൺ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ 20,000 പ്ലസ് 20,000 ഒരു 40,000 വേണം. അത് 1,00,000 രൂപയുടെ പ്രോപ്പർട്ടി ഒരു 20,000 ഡാമേജ് ഉള്ളതാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾക്ക് വേണ്ട തുക ഏകദേശം 40,000 ആണ്. ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് പൈസ കുറവായിട്ട് കിട്ടിയേക്കാം. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ആവശ്യമായിട്ടുള്ളൊരു ഫണ്ടിങ് ഇല്ലാതെ ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് നമ്മൾ മുന്നോട്ട് പോകരുത്. ചിലപ്പോൾ നമ്മൾക്കത് ഇടയ്ക്ക് നമുക്ക് നഷ്ടത്തിലേക്ക് വന്നേക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് നമ്മൾ പുറത്തൊരു കമ്പനീനെ ഏൽപ്പിക്കുമ്പോൾ എപ്പോഴും വളരെ പൈസ കൂടുതലാണ് ഇതിനാകാറ്. അപ്പോൾ അതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് അതിൽ കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ളൊരു ബൈങ്ങിലേക്ക് പോവുക. അപ്പോൾ താങ്ക് യു.